ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് ഷെറിനെയാണ്. ടോണി വിളിച്ച് വെച്ചതിന് ശേഷം ഇനിയും ടോണി വിളിച്ചാലോ എന്ന് പറഞ്ഞ് ഫോണും പിടിച്ച് കാത്തു നടക്കുകയാണ് ഷെറിൻ. ഇത് കണ്ടുകൊണ്ട് ഷെറിന് ചേട്ടനും ഭാര്യയും റൂമിലേക്ക് വരുന്നു. ചേട്ടനോട് ഷെറിൻ പറയുന്നു, ടോണി ചായൻ വിളിച്ചിരുന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോണി വിളിക്കുമ്പോൾ ഫോൺ തരാം, നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ പറഞ്ഞ് ഷെറിന് ചേട്ടൻ ഫോൺ വാങ്ങിച്ചു പോകുന്നു. റൂമിന് പുറത്തെത്തുമ്പോൾ ഷെറിന്റെ ചേട്ടത്തി പറയുന്നു, ടോണി വിളിച്ചതിന് ശേഷം ഷെറിൻ വളരെ ഹാപ്പിയാണ്. മരുന്നെല്ലാം മടികൂടാതെ കഴിച്ചു. എന്തിനായിരിക്കും ടോണി പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ടോണിയെ വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ഷെറിന്റെ ചേട്ടന് ദേഷ്യം വരുന്നു. ഞാനൊന്നും അവനെ വിളിക്കില്ല. എന്തായിരുന്നു അവന്റെ അഹങ്കാരം? ബബിതയും അലീനയും കൂടി ഭക്ഷണമുണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവരുന്നു. വൈജയന്തിയെ വിളിക്കാനായി ബബിത പോകുന്നു. കമലയും ശിവേട്ടനും ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഈ സമയം വൈജയന്തിയെ ബബിത കൂട്ടിക്കൊണ്ടുവരുന്നു. എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഇതിനിടയിൽ ശിവൻ രോഹിത്തിനോട് ചോദിക്കുന്നു, നിന്റെ ഡിസ്മിഷൻ മാറി സസ്പെൻഷനായല്ലേ? രോഹിത്ത് പറയുന്നു, സസ്പെൻഷനായിട്ടുണ്ട്. ഈ സെമ്മിലെ കാര്യം മാനേജർ അച്ഛൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവൻ പറയുന്നു, അതേതായാലും നന്നായി. ഇനിയെങ്കിലും ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാതെ നോക്കണം. എല്ലാം തിരിച്ചു പിടിച്ചു തന്നവർക്ക് വേണ്ടിയെങ്കിലും. എന്നാലും ഇതെങ്ങനെ സാധിച്ചു? ആര് റെക്കമെൻഡ് ചെയ്തു? കൃഷ്ണ പറയുന്നു, അലീന ചേച്ചിയല്ലാതെ ആര് റെക്കമെൻഡ് ചെയ്യാൻ? ശിവൻ വൈജയന്തിയോട് ചോദിക്കുന്നു, നിനക്ക് സന്തോഷമായില്ലേ രോഹിത്തിന്റെ കാര്യത്തിൽ? വൈജയന്തി പറയുന്നു, കണ്ടവന്മാരും പറയുന്നത് കേൾക്കാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ അവന് കൊള്ളാം. ഇത് കേൾക്കുന്ന കമല ചോദിക്കുന്നു, അതെന്താ അങ്ങനെ ഒരു വർത്തമാനം? എന്റെ ഹരിയെക്കുറിച്ചാണോ നീ പറഞ്ഞത്? വൈജയന്തി പറയുന്നു, ഞാൻ ഹരിയെക്കുറിച്ചല്ല പറഞ്ഞത്. അത് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിനിടയിൽ മനു പറയുന്നു, അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേഗം മനസ്സിലായത്. ഇത് കേൾക്കുന്ന കമലക്ക് ദേഷ്യം വന്നു. ഇവന്റെ കൂടെ ജയിലിൽ പോയത് എന്റെ മകനാണ്. എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി, എന്റെ മകൻ മാത്രം ജയിലിൽ തന്നെ. എല്ലാവരും കൂടി തിന്നുകയോ കുടിക്കുകയോ ഉത്സവം ആഘോഷിക്കുകയോ ചെയ്യ്. ഇതും പറഞ്ഞ് കമല ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. ശിവൻ പറയുന്നു, ഇതിവിടെ പതിവുള്ളതാ, നിങ്ങൾ ആദ്യമായതുകൊണ്ട്. മനു പറയുന്നു, ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയുക, അത്രയേ ഉള്ളൂ. ശിവൻ റൂമിലേക്ക് വരുമ്പോൾ കമല ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. ഇത് കാണുന്ന ശിവൻ ചോദിക്കുന്നു, നീ വിരിച്ചില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കേൾക്കുന്ന കമല പറയുന്നു, എന്തിനാ വിരിക്കുന്നത്? എല്ലാവരും കൂടി ഇതൊരു ചന്തയാക്കിയില്ലേ? ഒരുത്തി വന്ന ഉടനെ രഞ്ജുവിന്റെ മുറി കൈയടക്കി. പിന്നാലെ വന്നിരിക്കുന്നു 3-4 അപ്പോൾ ശിവൻ പറയുന്നു, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ കമലേ? ഇപ്പോഴാണ് ഈ വീട്ടിലൊരു അളനക്കമുണ്ടായത്. കമല പറയുന്നു, ആർക്ക് സന്തോഷം? എനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല. ഈ വീട്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. ശിവൻ പറയുന്നു, അവര് പൊക്കോളും കമലേ, സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ലല്ലോ. കമല പറയുന്നു, എപ്പോൾ പോകും? തള്ളയെ കൊണ്ടേ പോകൂ എന്നല്ലേ പറയുന്നത്? അവരുടെ കൂടെ മറ്റവളും കൂടി വന്നിരിക്കുന്നു. അവളെന്തിനാ വന്നത്? മാത്രമല്ല ഇന്നലെ അവളുണ്ട് മനുവിന്റെ റൂമിൽ. ഈ വീട്ടിലേക്കെങ്ങാനും വലത് കാൽ വച്ച് കയറാൻ നോക്കിയാൽ ഇടത് കാൽ ഞാൻ വെട്ടും. ഇത് കേൾക്കുന്ന ശിവൻ ചോദിക്കുന്നു, നീ ആരാ ഗുണ്ടയോ? ശിവന് ആകെ ദേഷ്യം വരുന്നു. അടുത്തതായി കാണിക്കുന്നത് മനുവിനെയാണ്. ആരോട്ടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അലീന ചായയും കൊണ്ട് മനുവിന്റെ അടുത്തേക്ക് വരുന്നത്. ചായ കൊണ്ടുവരുന്ന അലീനയോട് മനു ചോദിക്കുന്നു, ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അലീന പറയുന്നു, ഞാൻ കണ്ടിരുന്നു ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. മനു പറയുന്നു, നമുക്ക് ഈ ചായ ഇടിൽ സ്ഥിരമാക്കിയാലോ? അലീന ചോദിക്കുന്നു, വീണ്ടും ഈ വീട്ടിലേക്ക് വേലക്കാരിയായി വരാനോ? മനു പറയുന്നു, വേലക്കാരിയായിട്ടല്ല, മറ്റൊരു രീതിയിൽ സ്ഥിരമാക്കിയാലോ?